കൂട്ടുകാരില്ല. മൈദമാവ് വേനൽപ്പതിന് എന്നെ കൊയിലാണ്ടി അലുവയുടെ പേരുണ്ട്, അലുവ കടകളുടെ പേരുണ്ട്. അലുവ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ കട. ബദം ഹലുവ ആവശ്യം അറിയിച്ചപ്പോൾ മൈദ വളർത്താൻ ഊരു തെണ്ടിയുടെ ഈ വൻപാക്കി ശരീരത്തിൽ എവിടെ നിന്നാണ് ആരോഗ്യം? ബിരിയാണി പണിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച മുഹമ്മദിനെ മനസ്സിൽ ധ്യാനിച്ച് മലബാർ ട്രെയിനിന്റെ നീളത്തിൽ മാവെടുത്ത് ഒരടി കുഴച്ചു തീരുമുമ്പ് വിറയാർന്ന കൈകൾ തോളിൽ വെച്ച് ഒരു ചെവിയിൽ പറഞ്ഞു, എടാ ഹിമാലയ, ഇതല്ല അലുവ, ഇത് പൊറോട്ടയാണ്. പിന്നൊന്നും ആലോചിച്ചില്ല. കുഴച്ചു വെച്ച മാവ് ഉസ്താദിന്റെ അണ്ണാക്കി തള്ളി മൈദാക്കി സിന്ദരി जो कभी नहीं हलवा होता था. पुराण कालते राजा के मार्किष्टम हलवा പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെള്ളുത്തല്ലുവ, ചുമന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ, നെയ്യ്, ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെള്ളുത്തല്ലുവ, ചുമന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ, നെയ്യ്, ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. പെണ്ണ് കാണാൻ വരുന്നവർക്ക് കൊടുക്കും കലക്കൻ ഹലുവ. അതെ, ബദാം ചേർത്ത ഹൽവ. ഹലുവ തിന്ന് ഷുഗർ കൂടിയവൻ ഉടനെ കൊടുക്കും ഉലുവ. അതും വറുത്ത് പൊട്ടിച്ച ഉലുവ. മമ്മൂട്ടി ഗ്ലാമറായതും മോഹൻലാൽ സൂപ്പറായതും മമ്മൂക്ക ഗ്ലാമറായതും ലാലേട്ടൻ സൂപ്പറായതും അതെന്തുവാ ഈ ഹലുവ? അതെന്തുവാ? അത് ഹലുവ. കുട്ടിക്ക് ഓസ്കാർ കിട്ടുവാൻ കാരണം നമ്മുടെ ഈ ഹലുവ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെളുത്തല്ലുവ, ചുവന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ, നെയ്യ്, ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. 3 ജവാന്മാർ അതിർത്തിയിൽ തർക്കമാ. മേജറും സോൾജിയറും കേണലും തമ്മിൽ. അതും ലഡാക്കിലെ ഇടുങ്ങിയ കിടങ്ങിൽ കിടന്ന്. കാരണം ഒരേ ഒരു കഷണം ഹലുവ. നിൽപ്പിൽ 100 അടിക്കണ ധോണിക്കിഷ്ടം ഹൽവ. മലബാറിലുള്ള ഹൽവ. 100 അടിച്ചിട്ട് വാള് വെക്കണ ജോണിക്കിഷ്ടം ഹൽവ. മലബാറിലുള്ള ഹൽവ. ദാസേട്ടൻ സിംഗറായതും ജാക്കി ചാൻ ഫൈറ്ററായതും അതെന്തുവാ? അതും ഹലുവ.
മലബാരി നമ്പർ 1 ആകുവാൻ കാരണം നമ്മുടെ ഈ അലുവ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെളുത്തലുവ, ചുമന്നലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദാ നെയ്യേ ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ.